പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാന നിലയുറപ്പിക്കുന്നത് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ പീരുമേട് മരിയഗിരി സ്കൂളിന് സമീപത്താണ് കാട്ടാന എത്തിയത്. ഇവിടെ ഇത് രണ്ടാം തവണയാണ് കാട്ടാന എത്തുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാന സജീവമാക്കുകയാണ്. ഇന്നലെ കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും പീരുമേട്ടിനുമിടയിൽ തട്ടാത്തിക്കാനം മരിയഗിരി സ്കൂളിന് സമീപം രാത്രി ദേശീയപാതയിൽ കാട്ടാന നിലയുറപ്പിച്ചിരുന്നു. ഇതിനുശേഷം താഴെ ജനവാസ മേഖലയിലേക്കാണ് ആന ഇറങ്ങിപ്പോയിരിക്കുന്നത്. നിലവിൽ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത്. സ്കൂളിന് സമീപത്ത് ആന വന്നതുമൂലം സ്കൂളിൻ്റെ പ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക സ്കൂൾ അധികൃതർക്കുമുണ്ട്. പരീക്ഷാ സമയം അടുത്തിരിക്കെ വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസുകളടക്കം നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇവയെല്ലാം വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു. 2 മാസത്തിന് ശേഷം വീണ്ടും ഇന്നലെ വന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ അടുത്തു വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ കൂടുതൽ സമയം ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ആന വരുന്നു എന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും, അതുപോലെ തട്ടാത്തിക്കാനം ഈ പ്രദേശത്തുള്ള എല്ലാവരെയും സംബന്ധിച്ച് ആ താഴ്ഭാഗത്തേക്കാണ് ആന പോയിരിക്കുക. അവിടെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കയും ഭീതിയുമാണ് ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് നവംബർ മാസത്തിലും ഇതേ സ്ഥലത്ത് കാട്ടാന ദേശീയപാതയിൽ എത്തിയിരുന്നു. അന്ന് ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് നേരെ ആന ഓടിയെത്തിയിരുന്നു. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. RRT ടീം അടക്കം മേഖലയിൽ ഉണ്ടെങ്കിലും ഇതൊന്നും വേണ്ട വിധം പ്രയോജനപ്പെടുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലും പകലും പോലും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. കാട്ടാന ഇറങ്ങിയ ഭാഗത്ത് സ്കൂളുകൾ, കോളേജുകൾ അടക്കമുണ്ട്. കൂടാതെ രാത്രിയിലും പകലുമായി വിനോദസഞ്ചാരികളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. തട്ടാത്തിക്കാരത്തെ പൈൻ ഫോറസ്റ്റിൽ സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാന ഇറങ്ങി മേഖലയിലെ ആളുകളുടെ കൃഷി നശിപ്പിക്കുന്നതും പതിവായി മാറിയിട്ടുണ്ട്. വിഷയത്തിൽ ഭരണ പ്രതിപക്ഷമന്യേ നിരവധി സമരങ്ങൾ പീരുമേട്ടിൽ നടത്തിയിട്ടുണ്ടെങ്കിലും കാട്ടാന വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇനിയും അകലെയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.